അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫിസിക്സ് വെച്ചിട്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഓർഡറിലാണ് പോയത്. പക്ഷെ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണെങ്കിൽ ആ ഓർഡറിൽ പോകും. ഏത് ഓർഡറാണ് നിങ്ങളെ സ്യൂട്ട് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല ഓർഡർ വെച്ചിട്ട് എക്സാം എഴുതി വെക്കുക. ഏതിലാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നത്, നല്ല സ്കോർ വരുന്നത്, ആ ഒരു പാറ്റേണിനോട് വേണം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ആദ്യം തന്നെ ഒരു 45 മിനിറ്റ്സ് ഫിസിക്സിന് കൊടുത്തു, പിന്നെ ഒരു 45 മിനിറ്റ്സ് കെമിസ്ട്രിക്ക് കൊടുത്തു, പിന്നെ ഒരു 45 മിനിറ്റ്സ് ബയോളജിക്ക് കൊടുത്തു. ഈ ഒരു രീതിയിലാണ് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി ശീലിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാമിൻ്റെ അന്ന് ഫിസിക്സ് കുറച്ചൊന്ന് ടഫായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 1 hour ഫിസിക്സിന് കൊടുത്തു, 45 മിനിറ്റ്സ് കെമിസ്ട്രിക്ക് കൊടുത്തു, 45 മിനിറ്റ്സ് ബയോളജിക്ക് കൊടുത്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2.5 മണിക്കൂറിൽ ഞാൻ എക്സാം തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല 1 hour കൊടുത്തിട്ടും. അപ്പോൾ ബാക്കി വന്ന ഹാഫ് ആൻ അവറിൽ ഞാൻ ഏതൊക്കെയാണോ വിട്ടിട്ടുണ്ടായിരുന്നത്, തീരെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ മേത്തൊക്കെ വർക്ക് ചെയ്തു. ആൻഡ് അതൊക്കെ എനിക്ക് മര്യാദയ്ക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം കൊടുത്തിട്ട് വേണം മോക്ക് ടെസ്റ്റ് ചെയ്ത്. അതല്ലാതെ ഇത് തീരുമ്പോൾ തീരട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും എക്സാം അപ്രോച്ച് ചെയ്യരുത്. നെക്സ്റ്റ് തിങ്, എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ എക്സാം എഴുതുന്നത് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ എക്സാമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ടെൻഷൻ, പ്രഷർ ഇതിനോടൊക്കെ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ പഠിച്ച് ഒരു ഡേ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പേടിയായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഓൾറെഡി കുറേ എഴുതി കഴിഞ്ഞു മോക്ക് ടെസ്റ്റ്. അപ്പം നീറ്റിൻ്റെ അന്നും നമുക്കത് അനദർ മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലായി മാറും. ഓക്കെ, അപ്പം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് എക്സാം എഴുതുക, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും 3 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് പഠിക്കാനുള്ള ടൈമാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം മോക്ക് ടെസ്റ്റ് വഴി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു 3 മണിക്കൂർ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നോളേജ്. അപ്പോൾ ആ രീതിയിൽ എക്സാംസ് എഴുതുക. ഇനി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? 3 രീതിയിൽ നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണം എനിക്ക് ശരിയായി നോക്കും, പിന്നെ എത്ര എണ്ണം തെറ്റിയെന്ന് നോക്കും. ഈ തെറ്റിയതിന് ഞാൻ അതിൽ എത്ര എണ്ണം ബയോളജി, കെമിസ്ട്രി, എത്ര എണ്ണം ഫിസിക്സ് എന്നുള്ളത് ഞാനൊരു ഐഡിയ ഉണ്ടാക്കും. അതിനുശേഷം ഞാൻ ചെയ്യുക എങ്ങനെയാണ് ഇത് തെറ്റിയത്. 3 റീസൺസ് ആണ് മെയിൻലി ഉണ്ടാവും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം, ഓർമ്മയും കിട്ടി, പക്ഷെ ഞാൻ പോയി കെയർലെസ് ആയിട്ട് എ മാർക്ക് ചെയ്യേണ്ടത് ബി പോയി മാർക്ക് ചെയ്തു. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ അറിയാത്ത സാധനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണെങ്കിൽ മസ്റ്റായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് തന്നെ തറവാവാതൊക്കെയാണ്, സാധനം പുറത്തുനിന്ന് വന്നെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിക്കുക, ജസ്റ്റ് അതിൻ്റെ ആൻസർ നോക്കി വെക്കുക. ഓക്കെ, അധികമായിട്ട് അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് പോകേണ്ട ഈ ഒരു ടൈമിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് 2 കാറ്റഗറീസ്. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ല, മറ്റേത് കെയർലെസ്നെസ്. കെയർലെസ്നെസ്സിന് ചെയ്യേണ്ട ഒരു കാര്യം, എ ആണെങ്കിൽ എ പോയി ഫുള്ള് കളർ അടിക്കാതൊക്കെ ജസ്റ്റ് ഒരു കുത്തിടുക നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ. അങ്ങനെ ആകുമ്പം ആ മിഷൻ അത് റീഡ് ചെയ്യൂല. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫുള്ളായിട്ട് കളർ അടിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആൻഡ് തേർഡ് തിങ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഓർമ്മ കിട്ടാത്തത് ആ ഒരു ഭാഗം മാത്രം എടുത്ത് വായിക്കുക. ഫുൾ ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും വായിക്കാൻ നിൽക്കരുത്. ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ തെറ്റിയ ഭാഗം മാത്രം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് സീരീസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈമിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.